ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു അച്ചാറിടുന്നതായാലോ? അപ്പോൾ എൻ്റെ വീട്ടിൽ മമ്മി നന്നായിട്ട് അച്ചാറിടുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളിന്ന് നാരങ്ങ അച്ചാറിടാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രാവിലെ തന്നെ നാരങ്ങ കുറച്ച് ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്തു, എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. ഇതാണ് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള അച്ചാർ കേട്ടോ. ആ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി അത് രണ്ടും ഇട്ടിട്ട് മമ്മി എന്ത് ചെയ്തു, നന്നായിട്ട് ഇളക്കും. ഇതിൽ നമ്മൾ ഇഞ്ചി മമ്മി അധികം ഇടാറില്ല, പക്ഷെ വെളുത്തുള്ളി നന്നായിട്ട് ഇടും. വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചല്ല ഇടണേ, ഇങ്ങനെ നേരെ മുഴുവനോടെ അല്ലെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 2 കഷ്ണം കായത്തിൻ്റെ 2 കഷ്ണമായിട്ട്, പൊടിയല്ല ചേർക്കണേ, കായത്തിൻ്റെ കഷ്ണമായിട്ടുള്ളതാണ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ 2 കഷ്ണം ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മീനോട് ചോദിച്ചാൽ എന്ത് നേരം വിളിക്കുന്ന സമയം ആകെ 8:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും മമ്മി എല്ലാ പണിയും ഒരുക്കിയിട്ട് അടുത്ത അച്ചാറിടുമ്പോൾ അപ്പോൾ എന്ത് ഇത്രയും നേരത്തെ അച്ചാറൊക്കെ ഇട്ടേക്കണമെന്ന് ചോദിച്ചപ്പോൾ മമ്മിക്ക് എന്ത് കിട്ടിയാലും കയ്യോടെ ചെയ്യണം എന്നാണ് മമ്മി പറയണത്. ഞാനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കാശ്മീരി ചില്ലി നമ്മുടെ മുളക് പൊടി ഇടുക. ഒരു 2-3 ടേബിൾ സ്പൂണ് നമ്മൾ മുളക് പൊടി ഇടും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി മമ്മി ഇടാറില്ല, മുളക് പൊടിയാണ് ഇടാറ്. മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കല്ലുപ്പാണ് അതിനേക്ക് ഇടുന്നത്. പൊടിയുപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല അധികം. മമ്മി ഇവിടെ എല്ലാത്തിനും കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കല്ലുപ്പ് ഇടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടി പിടിക്കരുത്, കാരണം മുളക് പൊടിയാണ്, പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നന്നായിട്ടത് മൂത്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യണേ, നമ്മുടെ അതായത് പുഴുങ്ങിയിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേണേലും പുഴുങ്ങിയെടുക്കാം നാരങ്ങ. എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ കനപ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ നാരങ്ങ ഉണ്ട്, ഇത് നമ്മൾ അതിലേക്ക് ഇടും. അതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതായത് നാരങ്ങയിലേക്ക് ഇത് നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ തന്നെ നമുക്കതിങ്ങനെ കാണുമ്പോഴേ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത്, ഉപ്പൊക്കെ ഇട്ടതാണല്ലോ, അപ്പോൾ ഒരു കഷ്ണം എടുത്ത് വായിക്കിട്ടാലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം അത്രയും ടേസ്റ്റാണ്. ഞാൻ അതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, മമ്മിയുടെ നാരങ്ങ അച്ചാർ. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ ഉണ്ട് ഹോസ്റ്റലിൽ നിൽക്കണം, അവരൊക്കെ കുപ്പിയിലാക്കിയിട്ട് അവരൊക്കെ ചോദിച്ചിട്ട് ഇവിടെ വരുമ്പോൾ കൊണ്ടുപോകും. ആൻറ്റിയുടെ നാരങ്ങ അച്ചാർ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകാറുണ്ട്. അപ്പം അതിങ്ങനെ ഇങ്ങനെയാണ് എന്നുള്ളത് ഞാനിങ്ങനെ ഇരുന്ന് കണ്ടിട്ടില്ല. പിന്നെ ഇപ്പം ഇടുന്നത് എന്താണെന്നറിയാം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശർക്കരയുടെ പൊട്ട്, അതായത് നാരങ്ങയ്ക്ക് ചെറിയൊരു കനപ്പുള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, ശർക്കരയുടെ ഒരു പൊട്ടിടും. അപ്പോൾ ഒരു കനപ്പുമായി, ഒരു പുളിയായി, ഉപ്പായി, ഒരു മധുരമായി. അപ്പോൾ അതാണ് നാരങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഇത്രയും ശർക്കര പൊട്ട് ഇടുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ ഇത് കഴിക്കാറുണ്ടെന്നുള്ളതല്ലാതെ ഇത്രയും ശർക്കര പൊട്ട് ഇതിലിടുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നല്ല ടേസ്റ്റിന് ശർക്കരയും കൂടി ഉരുകി വരുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഗ്രേവി ടൈപ്പായിട്ട് നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു ഗ്രേവി വരും. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിച്ചിട്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ലാസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കുറച്ച് കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയാണ് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ അച്ചാർ കണ്ട എന്ത് രസമാണെന്ന് നോക്കി. ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത് കുറച്ച് അതിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഈ മമ്മി ഇതൊക്കെ പൊട്ടണ പാത്രത്തിലിട്ട് വെക്കുള്ളൂ കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മമ്മി ഇട്ട് വെക്കാറില്ല, പൊട്ടണ കുഞ്ഞി പാത്രം കണ്ട്. ലാസ്റ്റ് 3 കണ്ട്, അതിൽ 3ാമത്തേൽ ഓൾറെഡി അച്ചാറായിരുന്നു, അത് കഴിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് നമ്മളാക്കിയിട്ട് കണ്ടോ, അതിങ്ങനെ ഒഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ്. ഞാൻ എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഗ്രേവി എടുത്ത് ഇങ്ങനെ നാവിൽ വെച്ച് നോക്കുമ്പോഴേ എന്ത് ടേസ്റ്റാണ്. നമ്മൾക്ക് പുളിയിഞ്ചിയൊക്കെ കഴിക്കണ ആ ഒരു ഫീലിംഗാണ് അതിൻ്റെ ഗ്രേവിക്ക്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കണ്ടോ നന്നായിട്ട് ലൂസായിട്ട് കിടക്കണുണ്ടോ, കുറുന്നനെ കിടക്കണുണ്ടോ, നല്ല അടിപൊളിയാണ്. ഇത് 2 കുപ്പിയിലേക്കാക്കി. പിന്നെ 3ാമത്തെ കുപ്പിയുടെ